ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം മഴയൊക്കെ ഇവിടെ മാറി കുറഞ്ഞു വരുന്നുണ്ട്. കാലാവസ്ഥയൊക്കെ തെളിഞ്ഞു. ദാണ്ടെ പൊന്നു സ്കൂളിൽ പോകാൻ റെഡിയായി ഒരുങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട് സ്കൂളിലെ കാര്യങ്ങളായി. ഇന്ന് അവരുടെ സ്കൂളിൽ പരിസ്ഥിതി ദിനമായിട്ട് ഗ്രീൻ ഡ്രസ്സായിരുന്നു. അപ്പോൾ പൊന്നൂസിനുള്ള ചോറെടുത്ത് വെക്കുകയാണ്. മുട്ട പൊരിച്ചതും അവിയലും ഒക്കെ ആയിട്ട് പൊന്നൂസിൻ്റെ ചോറ് ഇതാ റെഡിയായി. പൊന്നൂസിന് ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ചമ്മന്തിപ്പൊടി ഇച്ചിരി തോനെ വെക്കണത്. അങ്ങനെ ചമ്മന്തിപ്പൊടി ഒക്കെ ഇട്ട് ചോറ് പാത്രമൊക്കെ റെഡിയായി. പിന്നെ ടിഫിൻ കൊണ്ടുപോകണമായിരുന്നു. ടിഫിനും എടുത്തിട്ടുണ്ട്. ടിഫിനകത്ത് ഇന്ന് ഞാൻ വെച്ചത് ഒരു ക്രീം ബന്നും 3 ബിസ്ക്കറ്റും കേട്ടോ. പൊന്നൂൻ്റെ ടിഫിൻ ബോക്സ് കാണാൻ നല്ല ഭംഗി. അത് ഇടയ്ക്കിടയ്ക്ക് ജാനിക്കുട്ടി എടുത്തുകൊണ്ട് പോകും പൊന്നൂസ് വരുന്ന സമയത്ത്. അങ്ങനെ ടിഫിനൊക്കെ ക്ലോസ് ചെയ്ത് പൊന്നൂസിനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജാനിക്കുട്ടിയും കൂടിയിട്ടുണ്ട്. അങ്ങനെ ജാനിക്കുട്ടിയും കൊണ്ടാണ് പോകുന്നത്. പൊന്നൂസിൻ്റെ കൊണ്ടുപോകാൻ ജാനിക്കുട്ടി വന്നല്ലോ. ജാനിക്കുട്ടി ഇപ്പോൾ രാവിലെ ഭയങ്കര നിർബന്ധമാണ് പൊന്നൂസിൻ്റെ കൊണ്ടാക്കാൻ വരണമെന്ന് പറഞ്ഞ്. അങ്ങനെ അമ്മ ആവുന്ന വീട്ടിൽ ഇരുത്താൻ നോക്കി. ജാനിക്കുട്ടി നിന്നില്ല. അങ്ങനെ ജാനിക്കുട്ടിയും കൊണ്ടാണ് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് പൊന്നൂസിന് പുതിയൊരു ഫ്രണ്ടുണ്ട്. ആ കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ പൊന്നൂസിനെ കൊണ്ടാക്കുക. അവർ രണ്ടും ഒരു സ്കൂളിൽ ഇച്ചിരി നടന്ന് ദൂരോട്ട് പോകണം കേട്ടോ. അങ്ങനെ ദൂരെ വരെ പോയാലേ പൊന്നൂസിനെയും കൊണ്ട് പോകാൻ പറ്റും നമുക്ക്. കാര്യം എന്ന് വെച്ചാൽ മെയിൻ റോഡിൽ ചെന്ന് നിൽക്കണം. ഇവരുടെ സ്കൂൾ ബസ് ഇച്ചിരി വലുതാണ്. നമ്മൾ അതിലേ വരില്ല. സാധാരണ ഒരുവിധം എല്ലാ വണ്ടികളും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകണതാണ്. പക്ഷേ ഈ വണ്ടി വരില്ല. അങ്ങനെ വന്നിരുന്ന് പിന്നെ വഴക്ക് തുടങ്ങി. വഴക്കെന്തിനാ? റോഡിലിറങ്ങാനായി. റോഡിലിറങ്ങേണ്ടതെന്ന് പറഞ്ഞതിനാണ് ഈ ജാനിക്കുട്ടി വഴക്കെല്ലാം ഉണ്ടാക്കുന്നത്. അന്നേരം ഈ പൊന്നൂസിൻ്റെ വണ്ടി 8:15 വരും. ഞങ്ങളൊരു 7:45 7:50 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങും. കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് അത്രയും വരണ്ടേ കയറി. അങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ പൊന്നൂസിൻ്റെ വണ്ടിയുടെ ഹോണടി കേട്ടാണ്ട് പൊന്നൂസിൻ്റെ സ്കൂൾ ബസ് വരുന്നുണ്ട്. അങ്ങനെ പൊന്നൂസിനെ വിട്ട് കഴിയുമ്പോൾ ജാനിക്കൊരു നിർബന്ധമുണ്ട്. പിന്നെ ഞങ്ങൾ വന്ന് ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകണമായിരുന്നു. അങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് ജാനിക്കുട്ടിയെ ഒരുക്കി ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഓട്ടോയ്ക്ക് അതങ്ങനെ കോട്ടയം ജംഗ്ഷനിൽ പള്ളി വെച്ചായിരുന്നു കെട്ട്. അങ്ങനെ ഞങ്ങൾ ഉമ്മയൊക്കെ തന്ന് കണ്ട പൊന്നൂസ് ജാനിക്കുട്ടി ടാറ്റയൊക്കെ പറഞ്ഞ് ബായിയൊക്കെ പറഞ്ഞ് ഒരുങ്ങി നിൽക്കും. ഇതാണ് ജാനിക്കുട്ടിക്ക് ഇന്നിട്ട ഉടുപ്പ്. ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രോക്ക് ഇട്ടൊക്കെ ഒരുങ്ങി എവിടെയെങ്കിലും പോയി. ചുന്ദരിയാണോ ചോദിക്കും. അങ്ങനെ ചുന്ദരിയായിട്ട് ജാനിക്കുട്ടി പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. വണ്ടി വിളിച്ച് എന്നാണ് അമ്മയെല്ലാം ഒരുങ്ങി വണ്ടി കാത്തിരിക്കുകയാണ് അമ്മൂമ്മയും മോളും കൂടെ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ റീൽസ് ആക്കാൻ വേണ്ടി പിടിച്ച വീഡിയോ ആണ്. അങ്ങനെ അമ്മ ചോദിച്ചത് നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ചിരക്കിയതാണ്. അങ്ങനെ ജാനിക്കുട്ടിയും അമ്മാമ്മച്ചിയും കൂടി ഇങ്ങനെ ഇരുന്നപ്പം വണ്ടി വന്നു. പിന്നെ വണ്ടിക്കകത്ത് കയറി. ഞാൻ പറഞ്ഞില്ലേ മെയിൻ റോഡിൽ പള്ളി വെച്ചാണെന്ന്. സത്യം പറഞ്ഞാൽ അവരുടെ പള്ളിയിൽ വെച്ച് കെട്ടും. താഴത്തെ പള്ളിയുടെ ഹോളിൽ വെച്ച് ഫുഡുമായിരുന്നു. നമ്മളിപ്പോൾ താഴത്തെ പള്ളിയിൽ ഹോളിലാണ് പോകുന്നത്. അവിടെ വെച്ചാൽ ബാക്കി ഫങ്ഷനൊക്കെ നടക്കുന്നത് കേട്ടോ. അന്നേരം കുഞ്ഞോളമ്മച്ചി ഉണ്ടായിരുന്നു അപ്പുറത്ത്. അങ്ങനെ കുഞ്ഞോളമ്മച്ചിയും കൂടെ കൊണ്ടാണ് പോകുന്നത്. കുഞ്ഞോളമ്മയും ജാനിയും കൂടെ ഭയങ്കര കൂട്ടാണ്. അങ്ങനെ നമ്മൾ ഹാളിലൊക്കെ ഇരുന്നു. ചെറുക്കനും പെണ്ണും വന്നിട്ടില്ല. ചെറുക്കനും പെണ്ണും എൻട്രി സമയത്തൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചെറുക്കനും പെണ്ണും വരുന്നതിന് മുമ്പേ അവിടെ ഫുഡ് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അധികം സ്പേസൊന്നും ഇല്ലായിരുന്നു ഇരിക്കാനൊന്നും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന്. പിന്നെ പൊന്നൂസിനെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ റോഡിൽ കൂടെ ചക്കൂരിക്കലിലോട്ട് പോകുന്ന ബസ്സാണ് ഇത്. അങ്ങനെ ഈ ബസ് പോയി കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ പൊന്നൂസിൻ്റെ വണ്ടി വരും. പൊന്നൂസിൻ്റെ വണ്ടി വരുമ്പോൾ എൻ്റെ കൂട്ടുകാരിയുണ്ട്. അവളുടെ മോള് എളമ്പലിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ അവൾ എന്നെ മിസ് കോൾ അടിക്കും വണ്ടി എളമ്പലെത്തിയെന്ന്. അങ്ങനെ പൊന്നൂസിൻ്റെ വണ്ടി വന്നു. അങ്ങനെ പൊന്നൂസിൻ്റെ സ്കൂൾ ബസ്സിന് നേരെ ചക്കൂരിക്കൽ പോകും. പിന്നെ പൊന്നൂസിന് വീട്ടിൽ വന്നിട്ട് ഇന്ന് മാഗിയാണ്. അങ്ങനെ മാഗിക്കുള്ള എല്ലാം ആക്കി. ഇത് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ജാനി സമ്മതിക്കില്ല. വന്ന് വഴക്കടിച്ചു. പിന്നെ ജാനിയുടെ പുറകെ പോകും. അങ്ങനെ മാഗിക്കുള്ള ആക്കി എടുക്കണം. പിന്നെ പൊന്നൂസിന് മാഗിക്കകത്ത് പ്രത്യേകിച്ചൊന്നും ഇടുന്ന ഇഷ്ടമല്ല. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് പൊന്നൂസ് ട്യൂഷന് പോയി. പിന്നെ ജാനിക്കുട്ടിയുടെ സമയമാണ്. ഇനി ജാനിക്കുട്ടിയുടെ കൂടെ ഇച്ചിരി നേരം കളിക്കുകയും പടം വരയ്ക്കാനും ഒക്കെ നിൽക്കണം. ജാനിക്കുട്ടിയുടെ വാവയാണത്. ജാനിക്കുട്ടി അതിനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തൊക്കെ തൂത്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്. എല്ലാവരും വീഡിയോ കാണണേ. പിന്നെ ജാനു